ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ ചേരുകയാണ്. ശ്രീ അരുൺ, ഇപ്പോൾ ബംഗാളി നടി ഔദ്യോഗികമായി തന്നെ ഇക്കാര്യത്തിൽ നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു, ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള സ്പർശനം എന്നാണ് അവരുടെ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് പറയാത്തത്. അരുൺ, ഇങ്ങനെയൊരു ആരോപണം, അത് ആ ആരോപണത്തിന്റെ ഉദ്ദേശശുദ്ധിയെ വരെ സംശയിക്കുന്ന തരത്തിലല്ലേ മുൻ ചെയർമാൻ സംസാരിച്ചത്? അതെ, അതുകൊണ്ട് തന്നെയാണല്ലോ ചെയർമാന് രാജിവെക്കേണ്ടി വന്നത്. രാജിവെച്ചതിന് ശേഷവും അവർക്കെതിരായ പരാമർശങ്ങളാണ് തുടർച്ചയായി അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, അത് ഇവിടെ സൂചിപ്പിച്ച ജോഷിയേട്ടൻ തന്നെ, ജോഷി ജോസഫ്, ലോകപ്രശസ്തനായിട്ടുള്ള ഡോക്യുമെന്ററി ചലച്ചിത്രകാരനാണ്. അദ്ദേഹം അവരുടെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം തന്നെ നമ്മൾ ഒരുമിച്ചൊരു ഡിസ്കഷനിൽ ഇരിക്കുമ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു, കൂടുതൽ പ്രൊവോക്ക് ചെയ്താൽ വളരെ സെൻസിറ്റീവാണ് അവർ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് വരും എന്ന്. അവരൊരു ഘട്ടത്തിൽ ഒരു സോറി പറഞ്ഞാൽ അവസാനിപ്പിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് വരെ പറഞ്ഞതാണ്. പിന്നെയും ഇപ്പോ സൂചിപ്പിച്ച പോലെ അനാവശ്യമായി പ്രൊവോക്ക് ചെയ്ത് ചോദിച്ചു മേടിച്ചാണ് എന്നാണ് എന്റെ അഭിപ്രായം. അരുൺ, നോക്കൂ, ഇപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ദീർഘമായി തന്നെ അവർ ആ സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അവരതിൽ അവരുടെ ഒരു മാന്യത, അവരുടെ ഒരു ഡിഗ്നിറ്റി ബോധ്യപ്പെടുന്നത് ചില വാചകങ്ങൾ കേൾക്കുമ്പോഴാണ്. മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ, ഞങ്ങൾ തമ്മിൽ കുറച്ചുകൂടി സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ ആ സ്പർശനം എനിക്ക് അനുചിതമായി തോന്നുമായിരുന്നില്ല. ഇത് ഞാൻ ആദ്യമായി അയാളെ കാണുന്നതാണ്. ആ സിനിമയുടെ കാസ്റ്റിനായി എന്നെ വിളിച്ചു വരുത്തിയതാണ്. ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് കരുതി എന്നെ എന്തും ചെയ്യാമെന്നാണോ, ഞാൻ അത്തരക്കാരിയാണെന്ന് അയാൾ കരുതിയോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പൊതു ഇടത്തിൽ പെരുമാറേണ്ടതിൻ്റെ എങ്ങനെയൊക്കെയാണ്, ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകേണ്ട പെരുമാറ്റ മര്യാദകളെ കുറിച്ച് കൂടിയാണ് അവർ ചോദിച്ചു വെച്ചത്. അങ്ങനെ വളരെ ക്ലാരിറ്റിയോടെ സംസാരിച്ച ഒരു സ്ത്രീയെ അവർ ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങി വന്നതാണ്. ഇയാളെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന്, ഈ വ്യക്തിയെ, രഞ്ജിത്തിനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇറക്കുന്നതിന് വേണ്ടി മറ്റാരോ കൊണ്ടുവന്നതാണെന്ന് വരെ അദ്ദേഹം വാദിക്കുന്നുണ്ടല്ലോ. അരുൺ, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുക? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മാനസികാവസ്ഥ ഉള്ള ആളാണ് ശ്രീ രഞ്ജിത്ത്. അദ്ദേഹത്തിന്റെ പല നടപടിക്രമങ്ങളിൽ നിന്നും അത് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോ ശ്രീലേഖ മിത്ര എന്ന് പറയുന്ന ഈ ആർട്ടിസ്റ്റ് വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള, വളരെ അന്തസ്സുള്ള ഒരു പ്രവർത്തകയാണ്. അവരെ അറിയാവുന്നവർക്ക്, അത്യാവശ്യം ഫെസ്റ്റിവലിനൊക്കെ അവരെ കണ്ടിട്ടുള്ളവർക്കും അവരുടെ സംസാരങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സ്ത്രീയൊക്കെ ആരുടെയെങ്കിലും വാടകക്കാരിയായിട്ട് ഇറങ്ങി രഞ്ജിത്തിനെ പോലെ ഒരാളെ ഇറക്കാൻ വേണ്ടി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. മേഖലയിൽ ഇത്തരം ഒത്തിരി വിഷയങ്ങൾ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്കൊന്നും നീങ്ങിയിട്ടില്ല. മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവര് സിനിമ താരം എന്ന രീതിയിൽ, ഒരു നല്ല ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ മാത്രമേ ധാരണ ഉള്ളൂ. പക്ഷെ ജോഷി ജോസഫ് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് നല്ല ബോധ്യമുണ്ട്. അനാവശ്യമായ ഒരു ലോബിങ്ങിന്റെ ഭാഗമായി നിൽക്കുകയോ അല്ലെങ്കിൽ അനാവശ്യമായ ഒരു കാര്യം പറയുകയോ ചെയ്യുന്ന ആളല്ല. അദ്ദേഹത്തിന്റെ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ജോഷി ജോസഫ്. ദീർഘകാലമായി അദ്ദേഹത്തെ എനിക്കറിയാം. കൽക്കത്തയിലേക്കൊക്കെ സത്യജിത് ഫിലിം ഷൂട്ട് ചെന്നപ്പോ ഒക്കെ ഞാൻ ഉൾപ്പെടെ, അന്ന് ഒരു പരിചയമില്ലാത്ത എന്നെ ഉൾപ്പെടെ ഒത്തിരി സഹായിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഇപ്പൊ രഞ്ജിത്തിനോട് പ്രത്യേകിച്ച് പക തോന്നേണ്ട കാര്യവുമില്ല. അവരൊരു മേഖലയിലല്ല ഉള്ളത്. തീർച്ചയായും. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് അവർക്ക് ഈ ഒരു അനുഭവം അവർക്ക് പറയേണ്ടി വന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി രൂപീകരിച്ചത് എന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ. അതെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. തനിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അതിനെ വളരെ ബാലിശമായി പ്രതിരോധിച്ചത്. ഇതൊരു നാണക്കേടല്ലേ ശ്രീ എൻ അരുൺ? സ്ഥാനമാണോ വലുത്, അതോ സ്വന്തം ഡിഗ്നിറ്റിയാണോ വലുത് എന്ന ഒരു ചോദ്യം അദ്ദേഹത്തിന് നേരെ പൊതുസമൂഹം ഉയർത്തേണ്ടതല്ലേ? ഒരു സംവിധായകനായി തന്നെ തുടരാൻ ഇനി അദ്ദേഹത്തിന് അർഹതയുണ്ടോ? തുറന്നുകൊണ്ടിരിക്കണം. സംവിധാനം ചെയ്യണോ വേണ്ടോ എന്നൊക്കെ അദ്ദേഹത്തിന് തീരുമാനിക്കാം. അദ്ദേഹത്തിന്റെ സിനിമ കാണണോ വേണ്ടയോ എന്ന് നമുക്കും തീരുമാനിക്കാം. പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ശ്രീലേഖ മിത്ര എവിടെയായിരുന്നു ഇത്രയും കാലം എന്നൊക്കെ നിരവധി ആളുകൾ, ഇപ്പൊ എന്റെ അടക്കം ചില അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഉൾപ്പെടെ, റിപ്പോർട്ടറിന്റെ ഉൾപ്പെടെ കാർഡുകൾ വന്നപ്പോൾ, നമ്മൾ ഇറക്കിയതല്ല, അതിന്റെ താഴെ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ച് കുറെ ഫാൻസ് അസോസിയേഷൻകാർ വന്നിരുന്നു. അവരെ കുറിച്ച്, ഈ ശ്രീലേഖ മിത്രയെ പോലൊരു ആർട്ടിസ്റ്റിനെ കുറിച്ചും നമ്മളെ കുറിച്ചൊക്കെ മോശമായിട്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇവർ ഇത്രയും നാള് എവിടെയായിരുന്നു, 14 വർഷം എവിടെ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. ഇതിന്റെ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി സിനിമാ മേഖലയിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ റിപ്പോർട്ട് വന്ന വാർത്ത വളരെ ആവേശത്തോടെ, വളരെ പോസിറ്റീവായി അന്ന് നോക്കിക്കണ്ട ഒരു ചലച്ചിത്ര പ്രവർത്തക അവർക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞാണ്. ആ അനുഭവം പറഞ്ഞ സാഹചര്യത്തിലാണ് ഈ വിഷയത്തിന്റെ ഗ്രാവിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും കേരളത്തിലെ അന്തസ്സുള്ള കുറച്ച് ആൾക്കാരും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത്. അതല്ലാതെ 14 വർഷത്തിന് ശേഷം രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകൻ, ഒരു അക്കാദമി ചെയർമാൻ ഉണ്ട്, ഒന്ന് പോയി ഇറക്കിയേക്കാം അവിടെ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട്
ശ്രീ എൻ അരുൺ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് അവർ ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ട് ഇപ്പോൾ ദിവസങ്ങളായി. ഈ വെളിപ്പെടുത്തലിൽ പ്രഥമ ദൃഷ്ട്യാ കേസെടുക്കാം, അതിനുള്ള എല്ലാ സാധ്യതകളും അവിടെയുണ്ട്. അതേക്കുറിച്ച് കൂടി അവർ ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഞാൻ മാധ്യമങ്ങളിലൂടെ എൻ്റെ അനുഭവം പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷവും ഇയാൾ ഈ ഒരു പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ആളാണ്. ഈ ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം ഉയരുമ്പോൾ ഒരു റിട്ടേൺ കംപ്ലൈന്റ് വേണോ എന്ന കാര്യം കൂടി അവർ ചോദിക്കുന്നുണ്ട്. റിട്ടേൺ കംപ്ലൈന്റ് ഈസ് നോട്ട് എ പ്രീ റിക്വസിറ്റ് ആസ് ഐ എം ടോൾഡ് എന്നാണ് അവർ പറയുന്നത്. അതിനായി സുപ്രീം കോടതിയുടെ വിധിയുണ്ടല്ലോ എന്നതും അവർ പറയുന്നുണ്ട്. എന്നിട്ടും സ്വമേധയാ കേസെടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ഔദ്യോഗികമായ ഒരു പരാതി തന്നെ തരുന്നത് എന്നവർ പറയുകയാണ്. അപ്പോൾ അവർ പരാതിയില്ലാതെ അങ്ങ് പൊയ്ക്കോളും എന്ന് കരുതിയവർക്കുള്ള മുഖത്തേറ്റ അടിയല്ലേ ഈ പരാതി? അത് ഞാൻ ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ വിഷയത്തിൽ അവർ ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഒരു സോറി പറഞ്ഞ് തീർക്കാവുന്ന വിഷയമാണ് ഇത് ഉണ്ടായിരുന്നുള്ളൂ, ഇത് കൂടുതൽ സങ്കീർണമാക്കുകയായിരുന്നു എന്ന് പറയുകയുണ്ടായി. ഇത് ഇന്നലെ രഞ്ജിത്തിന്റെ ഭാഗത്തുണ്ടായ നടപടി കൂടുതൽ അവരെ പ്രൊവോക്ഡ് ആക്കി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ കേരളത്തിലെ ഗവൺമെന്റ് തന്നെ ഒരു സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. IPS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ഒരു സമിതി ഇത്തരം കാര്യങ്ങളിൽ പ്രസ്താവനയായിട്ടോ എവിടെയെങ്കിലും വെളിപ്പെടുത്തലായിട്ടോ ഒരു സ്ത്രീ കലാകാരി അത്തരത്തിലൊരു പരാമർശം നടത്തിയാൽ അതിന്മേൽ കേസെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിൽ നിർബന്ധമായി രഞ്ജിത്തിനെതിരെ കേസ് വരിക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്നലെ പത്രസമ്മേളനം മീഡിയ പ്രവർത്തകരോടായിട്ട് പറഞ്ഞത് ഈ സ്ത്രീയുടെ ഒരു ഡിഗ്നിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇവരെന്തോ കൊട്ടേഷൻ എടുത്ത് വന്നു എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ആയിരിക്കാം സ്വാഭാവികമായും ഇവരെ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്.